ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഓട്സ് വെച്ചുള്ള വേറൊരു സൂപ്പുമായാണ് വന്നിരിക്കുന്നത്. ഇത് ഡയറ്റിങ്ങിലുള്ളവർക്കൊക്കെ പറ്റിയൊരു സൂപ്പാണ്. ഞാനും ചെറിയൊരു ഡയറ്റിങ്ങിലാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്കും അതുപോലെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. എൻ്റെ തന്നെ സ്വന്തം റെസിപ്പിയാണ്. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ഇതാണ്. ഡയറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് മുട്ടയൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം വീക്കെൻഡിലൊരു 3 ദിവസമെങ്കിലും നമുക്ക് മുട്ടയൊക്കെ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലോ ഫാറ്റ് മിൽക്ക് നമുക്ക് ഒരു ഹാഫ് ഗ്ലാസ്സൊക്കെ കുടിക്കാവുന്നതാണ്. റൈസിനേക്കാളും ഗോതമ്പിനേക്കാളെല്ലാം കലോറി കുറഞ്ഞ ഒരു സാധനമാണ് ഓട്സ്. അതുകൊണ്ടാണ് ഞാൻ ഓട്സ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ മാക്സിമം 2 നേരവും ഓട്സിൻ്റെ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കലാണ് പതിവ്. എനിക്ക് നല്ല മാറ്റമുണ്ട്. അതുപോലെ തന്നെ റൈസ് ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ ഒരു നേരമാക്കി ചുരുക്കാൻ ശ്രദ്ധിക്കുക. ഒരു നേരം എന്ന് വെച്ചാൽ വാരി വലിച്ച് കഴിക്കാൻ പാടില്ല, കുറച്ച് കഴിക്കുക. കൂടുതൽ പച്ചക്കറിയൊക്കെ കഴിക്കണം. എങ്കിൽ എല്ലാവർക്കും നല്ല മാറ്റമുണ്ടാകും. മീനും ഇറച്ചിയൊക്കെ കഴിക്കുന്ന ദിവസങ്ങളിൽ എണ്ണ ഒഴിവാക്കി അല്ലാതെ കുക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഒരു മുട്ട, ഒരു നുള്ള് ഗരം മസാല, ആവശ്യത്തിന് കുരുമുളക് പൊടി, ഒരു ചെറിയ പീസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, ഒരു കറിവേപ്പില, കുറച്ച് മല്ലിയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു അര ഗ്ലാസ് ലോ ഫാറ്റ് മിൽക്ക്, ഓട്സ്. ആദ്യം നമുക്ക് ഓട്സ് ഒരു 2.5 ടേബിൾ സ്പൂൺ എടുത്ത് മിക്സിയിലോട്ടിടാം. ഇതിലേക്ക് തക്കാളി, ഒരു ഇല കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, ഇത് അരയാൻ ആവശ്യമായ പാല്. അധികം അരക്കേണ്ടുന്ന ആവശ്യമില്ല, ചെറിയ തരിതരിയായി അരച്ചെടുക്കണം. ഇതിപ്പോൾ അരിഞ്ഞിട്ടുണ്ട്, ചെറിയ തരിതരിയായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് കുക്ക് ചെയ്യുന്ന പാനിലോട്ട് ഒഴിച്ചെടുക്കാം. അതിന് വേവാനാവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇത് കുക്ക് ചെയ്യുമ്പോൾ കുറുകി വരും, അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ പാലും വെള്ളവും എല്ലാം കൂടി ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ആവശ്യമെങ്കിൽ ചൂടുവെള്ളം ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഈ മുട്ടയൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം. ഇത് ലാസ്റ്റ് ഒഴിക്കാനുള്ളതാണ്. ഡയറ്റ് എന്നും പറഞ്ഞ് ആവശ്യത്തിനുള്ള വിറ്റാമിൻസ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ശരീരം വളരെ വീക്കായി പോകും. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും പാലും മുട്ടയൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നട്ട്സ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഓട്സ് കുറുകി വരുന്നുണ്ട്. കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്, കാരണം മുട്ട ഒഴിക്കുമ്പോൾ ഒന്നുകൂടി അത് തിക്കാവും. ഞാൻ കൂടുതലും ഓട്സ് ഇങ്ങനെയാക്കി കഴിക്കാൻ കാരണം ഇത് കഴിച്ചാൽ നമുക്ക് വയറ് ഒരു നിറയാത്തൊരു തോന്നലുണ്ടാവില്ല. ശരിക്കും നന്നായി വയറ് നിറഞ്ഞതുപോലെ ഉണ്ടാവും. കൂടെ കൂടെ ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു വിചാരവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട നമുക്ക് ചെറുതായി ഒഴിച്ചു കൊടുക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മുട്ട ഒഴിക്കാം. ആ മുട്ട ഞാൻ ഫുള്ളായൊന്നും ഒഴിച്ചില്ല, ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ ഹാഫ് ഭാഗം ഒഴിച്ചുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഒഴിച്ചാൽ മതി. അപ്പോൾ മുട്ട കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു സ്റ്റേജിൽ വേണം നമ്മൾ സൂപ്പ് ഉണ്ടാക്കി എടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഗരം മസാല ഇട്ട് കൊടുക്കാം. അതുപോലെ കുരുമുളക് പൊടിയും. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റീസ് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. കഴിഞ്ഞതിൽ ഞാൻ ഓട്സും പ്രോൺസും ഒക്കെ ഇട്ടിട്ടുള്ളൊരു സൂപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു.